അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ എടുക്കാനുള്ളത് ചാപ്റ്റർ 7 ആണ്. അതായത് NCERT 11th അല്ലേ, NCERT 11ാം ക്ലാസ്സിലെ 7th ചാപ്റ്ററാണ്. ചാപ്റ്റർ 7 ആണ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ളത്. പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും കൂടി ഈ ടെക്സ്റ്റിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പം ഇത് വളരെ ഒരു പെർമ്യൂട്ടേഷനും കോമ്പിനേഷൻ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ്. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, നമ്മൾ ഇപ്പോൾ പതുക്കെ എടുത്ത് തുടങ്ങാം. അപ്പോൾ എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക പെർമ്യൂട്ടേഷൻ എന്താണ്, കോമ്പിനേഷൻ വിശദീകരിച്ച് തരാം. അപ്പം എന്താ ചെയ്യുക, ക്ലാസ് നമ്മൾ ഇപ്പോൾ ഈ സെമസ്റ്ററിന് ശേഷം തുടങ്ങുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ശരിക്കും എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പ്രോബ്ലംസൊക്കെ ചെയ്യാനുള്ളത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ അല്ലേ? ഇപ്പോൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ. പക്ഷേ ചില വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യസ്ത ഇവൻറ്റുകൾ, സംഭവങ്ങളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക, ഏതൊക്കെ രൂപത്തിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും പറയുന്നത്. ഓക്കെ, അതായത് വ്യത്യസ്ത, ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സൈക്കിളിലെ നമ്പർ ലോക്ക് അല്ലെങ്കിൽ നമ്മൾ സ്യൂട്ട് കേസ് പെട്ടിയുടെ നമ്പർ ലോക്ക് ഇപ്പം 4 നമ്പർ ഉണ്ടാവും. അതൊരു ഉദാഹരണം പറയുന്നുണ്ട്. 4 നമ്പർ ഉണ്ടാവും. അതിൽ നമ്മൾ ആ നമ്പർ ലോക്കിൻ്റെ നമ്പർ മറന്നു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പർ വരാനാണ് അവിടെ സാധ്യത, എത്ര തരത്തിൽ നമ്പർ വരാൻ അവിടെ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 നമ്പറുള്ള നമ്പർ ലോക്കാണ്. ഇപ്പോൾ 2 നമ്പറുള്ള നമ്പർ ലോക്കാണെങ്കിൽ ഇപ്പം നമുക്കറിയാം എത്ര, ഇപ്പോൾ 0 മുതൽ 9 വരെയുള്ള ഏത് നമ്പറും അത് ഒരു നമ്പറിൻ്റെ സ്ഥാനത്തും അതുപോലെ തന്നെ അടുത്ത നമ്പറിൻ്റെ സ്ഥാനത്തും 0 മുതൽ 9 വരെയുള്ളത് വരും. അങ്ങനെ മൊത്തം എത്ര സാധ്യതകളുണ്ട് ഒരു നമ്പർ ലോക്കിൻ്റെ, 2 നമ്പറുള്ള നമ്പർ ലോക്കിൽ എത്ര സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചാണ് എന്ത് പറയുന്നത്, ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അറേഞ്ച്മെൻറ്റ് ഓർഡറിന് പ്രത്യേകത ഉണ്ടാകുമ്പം അത് പെർമ്യൂട്ടേഷൻ ആകും. അതായത് 2, 3 എന്നുള്ള ഓർഡർ, അതായത് ആദ്യം 2ഉം പിന്നെ 3ഉം വരുമ്പോൾ എന്താണ്, ഇപ്പോൾ ഈ 2 ആദ്യം തന്നെ വരണം അല്ലെങ്കിൽ 3 പിന്നെ വരണം എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഓർഡറിന്, അറേഞ്ച്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടാകുമ്പോൾ അത് പെർമ്യൂട്ടേഷൻ ആകും. അതിപ്പോൾ പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ 2ഉം 3ഉം, അതായത് 23 എന്നുള്ളതും 32 എന്നുള്ളതും എന്താണ്, വേറെ വേറെ ആയിരിക്കും. ഓക്കെ, കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ 2, 3 എന്നുള്ളതിൽ എന്തില്ല, അറേഞ്ച്മെൻറ്റിന് പ്രത്യേകത ഇല്ല. അതായത് 2 എന്നുള്ള നമ്പർ ഉണ്ടായാൽ മതി, 3 എന്നുള്ള നമ്പർ ഉണ്ടായാൽ മതി, അതിലെന്താണെന്നില്ല, അറേഞ്ച്മെൻറ്റിന് പ്രത്യേകത ഇല്ല. ഇതെപ്പോഴാണ്, ഇതിപ്പോൾ നമ്പർ ലോക്കിൻ്റെ വിഷയത്തില്ല. ഫോർ എക്സാമ്പിൾ വേറൊരു വിഷയം എടുക്കും. നമുക്ക് 5 ഷർട്ടും ഉണ്ട്, ഒരു 5 തുണിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 5 തുണിയും അല്ലെങ്കിൽ 5 ഷർട്ടും അല്ലെങ്കിൽ 5 പാൻറ്റും 5 ഷർട്ടും നമുക്ക് ഏതൊക്കെ തരത്തിൽ ധരിക്കാം. അപ്പോൾ നമുക്ക് 5 ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ ഷർട്ടും 5 രൂപത്തിൽ ധരിക്കാം. അതായത് ഒന്നാമത്തെ ഷർട്ട്, രണ്ടാമത്തെ ഷർട്ട്, അങ്ങനെ 5 ഷർട്ട് ധരിക്കാം. പിന്നെ അതുപോലെ തന്നെ പാൻറ്റും നമുക്ക് എന്താകാം 5 രൂപത്തിൽ, അതായത് 5 പാൻറ്റ് ഉണ്ടായതുകൊണ്ട് 5 വ്യത്യസ്ത പാൻറ്റുകൾ ധരിക്കാം. അപ്പോൾ ഒരു ഷർട്ട്, ഇപ്പോൾ നമ്മൾ 5 ഷർട്ടിൽ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് ആ ഷർട്ടിൻ്റെ കൂടെ ഈ 5 പാൻറ്റിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ധരിക്കാം. അപ്പോൾ എന്താ ചെയ്യുക, നമുക്കിപ്പോൾ ഒരു ഷർട്ടും മറ്റ് 5 പാൻറ്റും, അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എന്തായി, എത്ര കോമ്പിനേഷനായി, 5 കോമ്പിനേഷനായി. ഓക്കെ അല്ലേ? കാരണം ഒരു ഷർട്ട്, അതിൻ്റെ കൂടെ ഒന്നാമത്തെ പാൻറ്റ്, അപ്പോൾ 1, ഒരു ഷർട്ട് രണ്ടാമത്തെ പാൻറ്റ്, അപ്പോൾ 2, അങ്ങനെ 5 കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തില്ല, ഇവിടെ ആദ്യം ഷർട്ട് വരണം, ആദ്യം പാൻറ്റ് വരണം എന്നുള്ള ഒരു ഓർഡർ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്, കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ നമ്പർ ലോക്കിൻ്റെ അവിടെ എന്താണ്, പെർമ്യൂട്ടേഷനാണ്. അത് 23 എന്നുള്ളത് എന്തിൽ നിന്ന് വ്യത്യസ്തമാണ്, 32 എന്നുള്ള കോമ്പിനേഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇപ്പോൾ പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ എന്താണ്, ഓർഡറിന് പ്രത്യേകത ഉണ്ട്. കോമ്പിനേഷൻ ആകുമ്പോൾ ഓർഡറിന് പ്രത്യേകത ഇല്ല. ആദ്യം പാൻറ്റും ആണെങ്കിൽ വെക്കാം, പിന്നെ എന്താക്കാം, അല്ലെങ്കിൽ ആദ്യം ഷർട്ടും വെക്കാം. രണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരു മഞ്ഞ ഷർട്ടും ഒരു വെള്ള പാൻറ്റും ധരിച്ചാലും, വെള്ള പാൻറ്റ് ധരിച്ച് മഞ്ഞ ഷർട്ട് ധരിച്ച് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ എന്തില്ല, ഓർഡർ കോമ്പിനേഷൻ ആകുമ്പം
ഓർഡറിന് പ്രത്യേകതയില്ല, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിൻ്റെ ആ രീതിക്ക് പ്രത്യേകതയില്ല. മറിച്ച് പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ എന്തുണ്ടാകും, ആ ഓർഡറിന് ആ അറേഞ്ച്മെൻറ്റിൻ്റെ രീതിക്ക് പ്രത്യേകത ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ്. അപ്പം നമുക്കിനി എന്താകാം, ചെറിയ രീതിയിൽ തുടങ്ങി വെക്കാം. അപ്പോൾ എന്താ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നെ എങ്ങനെയാണ് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ എന്താ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുക ഇൻട്രൊഡക്ഷൻ 7.1. ഇതിൽ പറയുന്നത് വെച്ചാൽ ഇത് നമ്പർ ലോക്ക്. സപ്പോസ് യു ഹാവ് എ സ്യൂട്ട് കേസ് വിത്ത് എ നമ്പർ ലോക്ക്. ഒരു നമ്പർ ലോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ നമ്പർ ലോക്കിൽ എന്തുണ്ട്, 4 വീലുണ്ട്. ഇപ്പോൾ നമ്പർ ലോക്ക് ആകുമ്പോൾ വീലല്ല ഉണ്ടാവുക, ചക്രങ്ങൾ ഇങ്ങനെ കറക്കിയിട്ടല്ല നമ്മൾ ശരിയാക്കാം. അപ്പോൾ 4 വീലുണ്ട്. ആ 4 വീലിലും എന്തുണ്ട്, 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റിൻ്റെ 4 വീല്. അപ്പോൾ നമ്പർ ലോക്കിൽ ഉണ്ടാവും. ഇപ്പോൾ 4 വീലുണ്ടായതുകൊണ്ട് 4 സ്പെസിഫിക് ഡിജിറ്റുകളായിട്ടാണ് നമ്പർ ലോക്ക് വെക്കുക. അപ്പോൾ നമ്മളെന്താ ഇതിൽ പറയുന്നത് വെച്ചാൽ, പറയുന്നത് യു ഹാവ് ഫോർഗോട്ടൺ ദി സ്പെസിഫിക് സീക്വൻസ് ഓഫ് ഡിജിറ്റ്. അത് മറന്നു കഴിഞ്ഞു എന്നുള്ളത്, അതായത് ആ നമ്പർ ലോക്ക് മറന്നു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ ഒന്നാമത്തെ, അതായത് 7 എന്നുള്ള ഒന്നാമത്തെ ഡിജിറ്റ് ഓർമ്മ ഉണ്ട്, ബാക്കി 3 ഡിജിറ്റ് ഓർമ്മയില്ല. ഇപ്പോൾ ഒന്നാമത്തെ ഡിജിറ്റ് 7 ആണെന്നുള്ള ഓർമ്മ ഉണ്ട്, ബാക്കി 3 ഡിജിറ്റ് ഓർമ്മ ഇല്ലെങ്കിൽ എത്ര നമ്പറുകൾക്ക്, അപ്പോൾ ഒന്നാമത്തെ ഡിജിറ്റ് ഓർമ്മ ഉണ്ട്, രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഡിജിറ്റ് ഓർമ്മ ഇല്ലാത്തത് കൊണ്ട് എത്ര വ്യത്യസ്തമായ നമ്പറുകൾ ആ നമ്പർ നമ്മളെ ആ സ്പെസിഫിക് ആ നമ്പർ ലോക്കിന് നമ്പറായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 7 എന്ന് അറിയാം, ബാക്കി നമ്മളിപ്പോൾ ഓരോന്ന് എഴുതി നോക്കേണ്ടി വരും. നമുക്ക് ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും എന്നുള്ള ആ ഫോർമുല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമുക്ക് ഓരോന്നും എഴുതി നോക്കേണ്ടി വരും. ഓരോന്നും എഴുതി നോക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടാവും. ചിലപ്പോൾ 100ന് മുകളിലോ 1000ന് മുകളിലൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്താകാം, ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷൻ്റെയും പ്രത്യേകത. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളിൽ നമുക്ക് പറയുന്നുണ്ട്. ആ ഉദാഹരണങ്ങളുടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷനിലൂടെ നിങ്ങളൊരു ഉദാഹരണമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ 7.2 രണ്ടാമത് നോക്കുക, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇത് പറയുമ്പോൾ എന്താണ്, പേര് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് പറയുന്നത്, പക്ഷേ ഇതെന്താണ്, ഈ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അല്ലെങ്കിൽ എന്തും പറയും, മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ എന്നും പറയും. വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. അതായത് സിമ്പിൾ വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, 2 പേരുണ്ട്, ഒന്ന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നും പറയും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ എന്നും പറയും. ഇത് രണ്ടാണെങ്കിലും കോൺസെപ്റ്റ് ഒന്നാണ്, 2 പേരുണ്ടെന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതായത് പേരിങ്ങനെ കുറച്ചുണ്ടെങ്കിലും കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അത് ഇതിൽ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. മോഹൻ എന്നുള്ള വ്യക്തിക്ക് എന്തുണ്ട്, 3 പാൻറ്റും 2 ഷർട്ടും ഉണ്ട്. എന്നാൽ എത്ര വ്യത്യസ്ത രൂപങ്ങളിൽ അദ്ദേഹത്തിന്, ആ മോഹൻ എന്നുള്ള വ്യക്തിക്ക് ഇത് ധരിക്കാം. ഇപ്പം നമുക്കറിയാം 3 പാൻറ് ഉണ്ടായതുകൊണ്ട് 3 രൂപത്തിൽ എന്താക്കാം, ധരിക്കാം. ഒന്നാമത്തെ പാൻറ്, രണ്ടാമത്തെ പാൻറ്, മൂന്നാമത്തെ പാൻറ്. ഇനി അതുപോലെ തന്നെ ഷർട്ട് 2 ഉണ്ടായതുകൊണ്ട് അത് 2 ധരിക്കാം. അപ്പോൾ എന്താക്കാം, മൊത്തത്തിൽ എന്താക്കാം, 3 × 2 എന്ന 3 × 2 എന്ന് പറഞ്ഞാൽ 6. അതായത് ഓരോ പെയിൻറ്റിൻ്റെ എപ്പോഴും ഇപ്പം ഒരു പെയിൻ്റ് എടുത്തു, അതിൻ്റെ ഒപ്പം എന്താക്കാം, 2 ഈ ഷർട്ടും ഇപ്പോൾ 1 എന്നുള്ള ഷർട്ടും 2 എന്നുള്ള ഷർട്ടും ധരിക്കാം. നമ്മൾ രണ്ടാമത്തെ പെയിൻ്റ് എടുത്തു, രണ്ടാമത്തെ പെയിൻ്റ് എടുത്താലും എന്താക്കാം, 1 എന്നുള്ള ഷർട്ടും 2 എന്നുള്ള ഷർട്ടും ധരിക്കാം. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ പെയിൻ്റ് എടുത്താലും 1 എന്നുള്ള ഷർട്ടും 2 എന്നുള്ള ഷർട്ടും ധരിക്കാം. അപ്പോൾ മൊത്തം എത്രയായി, 1 2 1 2 3 4 5 6 6 വ്യത്യസ്ത രൂപത്തിൽ എന്താകാം, നമുക്ക് ഇത് ധരിക്കാം. അതാണ് എന്ത്, ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇത് വളരെ സിമ്പിളാണല്ലോ, അതുകൊണ്ട് ആ പേരിന് പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ളത്. ഓക്കെ, ഈ ഉദാഹരണങ്ങളൂടെ നമുക്കൊന്നുകൂടി പോയി നോക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ ഇതൊന്ന് എന്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പിക്ചർ വെച്ചിട്ട് അതിനെ മനസ്സിലാക്കിയതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. ഇവിടെ P1 എന്നുള്ള പാൻറ്, P2 എന്നുള്ള പാൻറ്, P3 എന്നുള്ള പാൻറ്. അപ്പോൾ P1 എന്നുള്ള പാൻറ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഷർട്ട് 1 ഉണ്ട്, ഷർട്ട് 2 ഉണ്ട്. അപ്പോൾ അത് 2 രൂപത്തിൽ. പിന്നെ P2 എടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ട്, ഷർട്ട് 1ഉം ഷർട്ട് 2. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്,
6 രൂപത്തിൽ 1 2 3 4 5 6 അങ്ങനെ 6 രൂപത്തിൽ നമുക്ക് എന്താകാം 3 ഷർട്ടും 2 പാൻറ്റും ഉണ്ട്, അല്ല 3 പാൻറ്റും 2 ഷർട്ട് ഉണ്ടെങ്കിൽ ധരിക്കാം. അതുപോലെ തന്നെയാണ് 3 ഷർട്ട് ഉണ്ടെങ്കിലും 2 പാൻറ് ഉണ്ടെങ്കിലും. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ട് എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്, 3 ഷർട്ട് ഉണ്ട് അല്ലെങ്കിൽ 3 പാൻറ് ഉണ്ട്, അപ്പോൾ 3, പിന്നെ അതിനെന്താക്കാം മറ്റേ 2 ഷർട്ട് ഉണ്ട് അല്ലെങ്കിൽ 2 പാൻറ് 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ അത് 3 × 2 6 എന്നുള്ള നമുക്ക് കിട്ടി. അപ്പോൾ 6 വ്യത്യസ്ത രൂപങ്ങളിൽ എന്താകാം 3 ഷർട്ടിനെയും 2 പാൻറ്റിനെയും ധരിക്കാം, അല്ലെങ്കിൽ 3 പാൻറ്റിനെയും 2 ഷർട്ടിനെയും ധരിക്കാം. ഇനി വേറൊരു എക്സാമ്പിളാണ്, ശ്രദ്ധിക്കുക. സബിന അവർക്ക് എന്തുണ്ട്, 2 സ്കൂൾ ബാഗ് ഉണ്ട്, 3 ടിഫിൻ ബോക്സ് ഉണ്ട്. ടിഫിൻ ബോക്സ് ആണ് അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ എന്താ ചോറ്റുപാത്രം എന്നൊക്കെ പറയുന്ന പോലെ, പിന്നെ 2 വാട്ടർ ബോട്ടിലുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഷീ ക്യാരി ദീസ് ഐറ്റംസ്, എത്ര വ്യത്യസ്ത രൂപത്തിൽ ഇവർക്ക് എന്താ അത് സ്കൂൾ ഉണ്ടാവും. അപ്പോൾ ഒരു ബാഗ് എടുത്തു, അതിൻ്റെ കൂടെ ഒരു കളർ ടിഫിൻ ബോക്സ് എന്താകാം, 3 ടിഫിൻ ബോക്സിൽ ഏത് കളറും ആ ബാഗിൻ്റെ ഒപ്പം ഉണ്ടാകാം. ഏത് ടിഫിൻ ബോക്സ് എടുത്താലും ഏത് സ്കൂൾ ബാഗ് എടുത്താലും ഈ 2 വാട്ടർ ബോട്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നും കൊണ്ടാകും. അപ്പോൾ വ്യത്യസ്ത രൂപത്തിൽ എന്താകാം ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. എത്ര രൂപ ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആ എന്താകാം നമുക്ക് എന്താകാം സ്കൂൾ ബാഗ് എടുക്കാം. അപ്പോൾ സ്കൂൾ ബാഗ് എന്നാൽ 2 സ്കൂൾ ബാഗ് ഉണ്ടായതുകൊണ്ട് 2 രൂപത്തിൽ സ്കൂൾ ബാഗിനെ കൊണ്ടുപോകാം. ഇത് ഒന്നെങ്കിൽ ഒന്നാമത്തെ സ്കൂൾ ബാഗ് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്കൂൾ ബാഗ്. ഇനി എന്തുണ്ട്, ടിഫിൻ ബോക്സ് 3 ഉണ്ട്. അപ്പോൾ 3 വ്യത്യസ്ത രൂപത്തിൽ ടിഫിൻ ബോക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്കൂൾ ബാഗിൻ്റെ ഒപ്പം ഏതെങ്കിലും 3 കൊണ്ടുപോകാം, മറ്റേ സ്കൂൾ ബാഗിൻ്റെ ഒപ്പം ഏതെങ്കിലും 3 ടിഫിൻ ബോക്സ് ഉണ്ടാകാം. അപ്പോൾ 1 2 3 4 5 6 മൊത്തം 6 ആയി. അതെങ്ങനെ കിട്ടിയത്, 2 സ്കൂൾ ബാഗ് ഇൻറ്റു 3 ടിഫിൻ ബോക്സ്, അപ്പോൾ 6 പയേഴ്സ് ഓഫ് സ്കൂൾ ബാഗും ടിഫിൻ ബോക്സും ആയി. ഓക്കെ. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഏതാണ് വാട്ടർ ബോട്ടിൽ എത്ര, 2 രൂപത്തിലാണ്. അപ്പോൾ 6 × 2, ഇപ്പോൾ ഏതാണ് 6 എങ്ങനെ കിട്ടിയത്, 2 സ്കൂൾ ബാഗ് 3 ടിഫിൻ ബോക്സ്, പിന്നെ അപ്പോൾ 2 × 3, പിന്നെ എന്താണ് 2 വാട്ടർ ബോട്ടിലും, അപ്പോൾ എന്താക്കാം മൊത്തം 12. അപ്പോൾ 12 വ്യത്യസ്ത രൂപത്തിൽ ഇവർക്കിത് കൊണ്ടുപോകാം. അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ്, അതിൻ്റെ പ്രസൻറ്റേഷനാണ് ഇതിൽ കാണിക്കുന്നത്. ബാഗ് 1 2, ബാഗ് 1ൻ്റെ ഒപ്പം ടിഫിൻ ബോക്സ് 1, ടിഫിൻ ബോക്സ് 2, ടിഫിൻ ബോക്സ് 3. ഈ ടിഫിൻ ബോക്സ് 1 ബാഗ് 1ൻ്റെ ഒപ്പം വാട്ടർ ബോട്ടിൽ 1, ഇത് 2 ഈ ബാഗ് 1 ടിഫിൻ ബോക്സ് 2ൻ്റെ ഒപ്പം വാട്ടർ ബോട്ടിൽ 1, അപ്പോൾ അത് 2. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ എന്തായി 1 2 3 4 5 6. പിന്നെ അതുപോലെ തന്നെ ആ 6 ഏതിലും വരും, ബാഗ് 2ൻ്റെ ഒപ്പം വരും. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എന്താവും, മൊത്തം 12 ആവും. അതെങ്ങനെ കിട്ടുന്നത്, അതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഗുണിച്ചിട്ടാണല്ലോ കണ്ടുന്നത്. അപ്പം 2 × 3 × 2. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഓക്കെ. ഇനി 2 ഉദാഹരണങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നുകൂടി മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് പറയുന്ന പേരാണെന്ത്, ഇതിൻ്റെ ബേസിക്കാണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ്റെയും കോമ്പിനേഷൻ്റെയും ബേസിക്കാണെന്ത്, ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ എന്നുള്ളത്. അതായത് എന്ത് ചെയ്യുക, നമ്മൾ വ്യത്യസ്ത സംഭവങ്ങൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ചോയ്സുകളെ എത്ര രൂപത്തിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഇത് ഒരു തിയറി ആയിട്ട് പറയുന്നതാണ്. ഇഫ് ആൻ ഇവൻറ്റ് ക്യാൻ ഒക്യൂർ ഇൻ m ഡിഫറെൻറ്റ് വേസ്, ഒരു സംഭവത്തെ വ്യത്യസ്ത രൂപത്തിൽ സംഭവിക്കുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് പാൻറ് എന്നുള്ള സംഭവം എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൽ ഇങ്ങനെ പാൻറ് എന്നുള്ളത് 3 വ്യത്യസ്ത പാൻറ്റുകൾ ഉണ്ടെങ്കിൽ, ഇനി ഫോളോയിങ് വിച്ച്, അതിനെ തുടർന്നിട്ട് വേറൊരു സംഭവം n ഡിഫറെൻറ്റ് വേസ്. ഇപ്പോൾ ഷർട്ട് എന്നുള്ളത് 2 വ്യത്യസ്ത രൂപം. ഈ n എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു നമ്പേഴ്സാണ്, നമുക്ക് ഏത് ഇതാകാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു സംഭവം m വ്യത്യസ്ത രൂപത്തിലും വേറൊരു സംഭവം അതിനെ തുടർന്ന് n വ്യത്യസ്ത രൂപത്തിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, മൊത്തം ദ ടോട്ടൽ നമ്പർ ഓഫ് ഒക്യൂറൻസ് ഓഫ് ദി ഇവൻറ്റ്സ്, ആ 2 സംഭവം കൂടി എത്ര വ്യത്യസ്ത രൂപത്തിൽ സംഭവിക്കും എന്നുള്ളത് m × n എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ 3 പാൻറ് ഉണ്ട്, അപ്പോൾ 3 പാൻറ് 3 വ്യത്യസ്ത സംഭവങ്ങൾ. അതുപോലെ തന്നെ വേറെ ഷർട്ട് എന്നുള്ളത് 2 രൂപമുണ്ട്, അതായത് 2 ഷർട്ട് ഉണ്ടെങ്കിൽ മൊത്തം 6 രൂപത്തിൽ എന്താകാം അത് സംഭവിക്കാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈ എബോവ് പ്രിൻസിപ്പിൾ എന്താകാം ജനറലൈസ് ഒന്നും കൂടി. ഇപ്പോൾ 2 സംഭവങ്ങളാണ്, അപ്പോൾ 3 ആക്കണമെങ്കിൽ എന്താകാം, ഇപ്പോൾ m ഡിഫറെൻറ്റ് വേസ്, n ഡിഫറെൻറ്റ് വേസ്, p ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ എന്ത് ചെയ്യും, m × n ×
പി എന്നുള്ളതാകും. കണ്ടില്ലേ, എം ഇൻറ്റു എൻ ഇൻറ്റു പി എന്നുള്ളത്. ഇനി 4-നാണെങ്കിൽ 4ാമത്തെ നമ്പറും കൂടി കൂട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ എന്ത് ചെയ്യണം ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ റിക്വയർഡ് നമ്പർ ഓഫ് വേസ് ഓഫ് വിയറിങ് എ പാൻറ്റ് ആൻഡ് ഷർട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നാമത്തെ വെച്ചാൽ ദ ഇവൻറ്റ് ഓഫ് ചൂസിങ് എ പാൻറ്റ്, അതാണ് ഒന്നാമത്തെ ഇവൻറ്റ്, അത് 3 തരത്തിൽ. അടുത്തത് ഇവൻറ്റ് ഓഫ് ചൂസിങ് എ ഷർട്ട്, അത് 2 തരത്തിൽ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം, മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം 3×2 എന്നുള്ളതാണ് ആൻസർ. അതുപോലെ തന്നെ സെക്കൻഡ് പ്രോബ്ലം ദ റിക്വയർഡ് നമ്പർ ഓഫ് വേസ്, എത്ര രൂപത്തിൽ വ്യത്യസ്ത സംഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. ഒന്നാമത്തെ സംഭവം ഏതാണ്? സ്കൂൾ ബാഗ് തിരഞ്ഞെടുക്കുക. അത് എത്ര? 2 സ്കൂൾ ബാഗ്, ടിഫിൻ ബോക്സ് 3 എണ്ണം, വാട്ടർ ബോട്ടിൽ 2 എണ്ണം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം 2×3×2 എന്ന രൂപത്തിലാണ് കാണേണ്ടത്. ഓക്കെ, ഇപ്പോൾ വ്യത്യസ്ത ഓർഡറുകൾ. ഇപ്പോൾ ഇതിപ്പോൾ എന്താണ്, ഇതൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആദ്യം ബാഗാണെങ്കിലും പിന്നെ ടിഫിൻ ബോക്സ് പിന്നെ വാട്ടർ ബോട്ടിൽ എങ്ങനെയാണെങ്കിലും ഇതിന് പ്രത്യേകത ഇല്ല. അതിപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആദ്യം ബാഗായിരിക്കണം, പിന്നെ എന്തായിരിക്കണം, ടിഫിൻ ബോക്സ് ആയിരിക്കണം, പിന്നെ വാട്ടർ ബോട്ടിലായിരിക്കണം എന്നുള്ളതില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്താക്കുക, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെന്തില്ല, ഓർഡറിന് പ്രത്യേകത ഇല്ല ഈ 2 സംഭവത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് കോമ്പിനേഷനാണ്, ഓർഡറിന് പ്രത്യേകത ഇല്ല. കാരണം ആദ്യം ഷർട്ട്, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യും, 2 ഷർട്ടിൽ ആദ്യം ഒരു ഷർട്ട് എടുത്തു, അപ്പോൾ എന്താക്കുക 3 ഓപ്ഷൻസ് വരും അല്ലേ, പാൻറ്റ് 1 2 3. ഇനി രണ്ടാമത്തെ ഷർട്ട് എടുത്താൽ എന്ത് ചെയ്യും, 3 ഓപ്ഷൻസ് വരും. ഏത്? പാൻറ്റ് 1 2 3. അപ്പോൾ എത്ര കിട്ടും? 1 2 3 4 5 6 ഓപ്ഷൻസാണ് മൊത്തം എന്തുള്ളത്. ഇനി അതുപോലെ തന്നെ ആദ്യം പാൻറ്റ് എടുത്താലും ഇങ്ങനെ തന്നെയാണ്, 1 2 ഷർട്ട്. രണ്ടാമത്തെ പാൻറ്റ് എടുത്താലും 1 2 രണ്ടാമത്തെ ഷർട്ട്. മൂന്നാമത്തെ പാൻറ്റ് എടുത്താലും 1 2. അപ്പോൾ മൊത്തത്തിൽ എന്തുണ്ട്? 6 കോമ്പിനേഷൻ. അപ്പോൾ ഈ കോമ്പിനേഷൻ എന്തില്ല, ഓർഡർ എന്നുള്ളത് പ്രത്യേകമല്ല. അപ്പോൾ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ 2 ഉദാഹരണങ്ങൾ എന്താണ്, കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, ഇനി ഓർഡറിന് പ്രത്യേകത ഉണ്ടാകുമ്പോൾ എന്താണോ അത് പെർമ്യൂട്ടേഷനായി മാറും. ഓക്കെ, ഇനി അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇൻ ബോത്ത് കേസസ് ദ ഇവൻറ്റ്സ് ഇൻ ഈച്ച് പ്രോബ്ലം കുഡ് ഒക്കർ ഇൻ വേരിയസ് പോസിബിൾ ഓർഡേഴ്സ്. ഇതിലിപ്പോൾ നമ്മൾ ഓർഡറിന് പ്രത്യേകത ഇല്ല, പക്ഷെ എന്താണ്, അത് വ്യത്യസ്ത ഓർഡറിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഓർഡറും തിരഞ്ഞെടുക്കാം. അതാണ് ആ ഓർഡറിന് പ്രത്യേകത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ പെർമ്യൂട്ടേഷനായി പറയുന്നത്. ഇനി ഓർഡറിന് പ്രത്യേകത ഉള്ളത് കുറച്ച് ഉദാഹരണങ്ങളും കൂടി പറയാം കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ളത്. ഇത് നമ്മൾ കോമ്പിനേഷനും പെർമ്യൂട്ടേഷനും വിശദമായിട്ട് പഠിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ എന്ത് പറയാണ്, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ പറയാണ്. നമ്മൾ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ ഏകദേശം അതൊന്ന് കോമ്പിനേഷൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ പെർമ്യൂട്ടേഷൻ, അതായത് എന്താണ്, നമ്മൾ ഓർഡറിന് പ്രത്യേകത ഉള്ള കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് പോവാണ്. എക്സാമ്പിൾ 1, ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ലെറ്റർ വേർഡ്സ് with or without meaning which can be formed out of the letters of the word rose where the repetition of the letters is not allowed. അപ്പോൾ നമ്മളെന്ത്, റോസ് എന്നുള്ള ഒരു വേർഡ് വന്നിട്ട് 4 അക്ഷരങ്ങളുണ്ടല്ലോ, ആ റോസ് എന്നുള്ള ആ വാക്യത്തിൽ അല്ലെങ്കിൽ ആ വേർഡിൽ 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര വ്യത്യസ്തമായിട്ടുള്ള വേർഡുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് അർത്ഥം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, എത്ര വ്യത്യസ്തമായിട്ടുള്ള വേർഡുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, റിപ്പീറ്റേഷൻ ഓഫ് ദ ലെറ്റേഴ്സ് അലോഡ്. അതായത് ആദ്യം 6 ഉപയോഗിച്ചാൽ രണ്ടാമതും പിന്നെ 6 ഉപയോഗിക്കരുത്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ റിപ്പീറ്റേഷൻ എന്താ പറ്റില്ല, അലോവ്ഡ് അല്ല. അങ്ങനെ എത്ര രൂപത്തിൽ എത്ര വ്യത്യസ്ത വേർഡുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി സൊല്യൂഷൻ ശ്രദ്ധിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിവിടെ 4 ഇതുണ്ടല്ലേ, അപ്പോൾ 4 വേർഡിൽ 4 പ്ലേസിൽ ഈ 4 ലെറ്റേഴ്സ് കൊള്ളിക്കുന്ന വ്യത്യസ്ത രൂപത്തിൽ കൊള്ളിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഫില്ല് ചെയ്താൽ അത്രയും രൂപത്തിൽ എന്താകാം, നമുക്ക് വേർഡുകൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ അതിൽ ഒന്നാമത്തതിൽ എത്ര വേർഡുണ്ട്, നമുക്ക് റോസ് എന്നുള്ളതിൽ 4 വേർഡുണ്ട്. ആ 4-ൽ ഏത് ലെറ്റർ റോസ് എന്നുള്ള വേർഡിൽ 4 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏത് ലെറ്റർ എന്താകാം, ഒന്നാമത്തെ ബോക്സിൽ പോകും. അപ്പോൾ അവിടെ 4 ലെറ്റേഴ്സിന് സാധ്യതയുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ എത്ര ലെറ്റേഴ്സ് കഴിഞ്ഞ്, ഇപ്പം ഒരു ലെറ്റർ ഉപയോഗിക്കുന്നു. ഇപ്പം 4-ൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുടെ എത്ര സാധ്യതയുണ്ട്, 3 എണ്ണത്തിന് സാധ്യതയുണ്ട്. അപ്പം ബാക്കി 3. ഓക്കെ, പിന്നെ ഇവിടെ 1 ഉപയോഗിച്ചു, ഇതിലൊന്ന് ഉപയോഗിച്ചു, ബാക്കി 2 ലെറ്റേഴ്സ് ഉണ്ട്, അത് 2 എണ്ണം ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉപയോഗിക്കാം, പിന്നെ അവസാനം 1 ഉപയോഗിക്കാം. അങ്ങനെ അത്രയും എന്താകുക, വേർഡുകൾ ഉണ്ടാക്കാം. അതാണ് പറയുന്നത്. ശ്രദ്ധിക്കുക,
ഫോളോയിങ് വിച്ച് ഇപ്പം നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്, ദ ഫസ്റ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 ഡിഫറെൻറ്റ് വേസ്. കാരണം 4 ലെറ്റേഴ്സ് ഉണ്ട്, ആ 4 ലെറ്റേഴ്സ് ഏതെങ്കിലും ഒന്ന് ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ട് എന്താക്കാം ഇവിടെ ആദ്യത്തെ പ്ലേസ് നമുക്ക് ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ എന്താക്കാം ബാക്കിയുള്ള 3 ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട്, പിന്നെ ബാക്കിയുള്ള 2 ഏതെങ്കിലും, പിന്നെ ബാക്കിയുള്ള ഏതെങ്കിലും ഒന്ന് ബാക്കിയുള്ള ഒന്ന്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എന്തുണ്ട്, ഇപ്പോൾ ആദ്യത്തെ പ്ലേസ് 4, പിന്നെ 3, 4 × 3 × 2 × 1. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് 4 × 3 × 2 × 1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 24 വേർഡ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, 24 വേർഡ് ഉണ്ടാക്കാം. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ റിപ്പീറ്റേഷൻ എന്തില്ല, അലോവ്ഡ് അല്ല. ഓക്കെ, റിപ്പീറ്റേഷൻ അലോവ്ഡ് അല്ല എന്നുള്ളത്. ഒരു വേർഡ് മറ്റേ വേർഡിന് എന്താ പറ്റില്ല, റിപ്പീറ്റ് ചെയ്ത് വരാൻ പറ്റില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ എന്തെന്താ, അപ്പോൾ 24 വേർഡ് നമുക്ക് ഉണ്ടാക്കാം. ഇനി റിപ്പീറ്റേഷൻ അലോവ്ഡ് ആണെങ്കിൽ, അതാണ് നോക്കുന്നത് നോട്ട് എന്നുള്ളതിൽ. ഇനി റിപ്പീറ്റേഷൻ അലോവ്ഡ് ആണെങ്കിൽ എത്ര വേർഡ് ഉണ്ടാക്കാം, അതാ പറയുന്നത്. വൺ കാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈച്ച് ഓഫ് ദ 4 വേക്കൻറ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ 4 ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ റിപ്പീറ്റേഷൻ അലോവ്ഡ് ആണെങ്കിൽ എന്തെങ്കിലും ആദ്യത്തെ ലെറ്ററിൻ്റെ അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്, റോസ് എന്നുള്ള ഏതും കൊടുക്കാം. രണ്ടാമത്തെ ലെറ്ററിൻ്റെ അവിടെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. മൂന്നാമത്തെ ലെറ്ററിൻ്റെ അവിടെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. നാലാമത്തെ ലെറ്ററിൻ്റെ അവിടെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്താകാം 4 × 4 × 4 × 4. അപ്പോൾ മൊത്തം എത്ര, 256 ഓപ്ഷൻസ് ഉണ്ടാവും റിപ്പീറ്റേഷൻ അലോവ്ഡ് ആണെങ്കിൽ. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം. ഇപ്പോൾ റിപ്പീറ്റേഷൻ അലോവ്ഡ് ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ ആദ്യത്തെ ഇതിലും 4 ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കാം, രണ്ടാമത്തേലും 4 ഏതെങ്കിലും ഒരു ലെറ്റർ, മൂന്നാമത്തേലും 4 ഏതെങ്കിലും, നാലാമത്തേലും 4 ഏതെങ്കിലും ലെറ്റർ കൊടുക്കാം. അപ്പോൾ മൊത്തം 256 ഉണ്ടാവും. റിപ്പീറ്റേഷൻ അലോവ്ഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ 24 കണ്ടെത്തിയുള്ളൂ. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ഉദാഹരണം. ഗിവൺ 4 ഫ്ലാഗ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. വ്യത്യസ്ത കളറുള്ള 4 ഫ്ലാഗ് ഉണ്ട്. ഹൗ മെനി ഡിഫറെൻറ്റ് സിഗ്നൽസ്, ഈ സിഗ്നൽസ് ഉണ്ടാക്കാം ഇഫ് എ സിഗ്നൽ റിക്വയർസ് ദി യൂസ് ഓഫ് 2 ഫ്ലാഗ്സ് വൺ ബിലോ ദ അതർ. അപ്പോൾ 4 ഡിഫറെൻറ്റ് കളറുള്ള ഫ്ലാഗ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് വ്യത്യസ്ത സിഗ്നലുകൾ ഉണ്ടാക്കണം. അപ്പോൾ സിഗ്നലിൻ്റെ പ്രത്യേകത, ഒരു സിഗ്നലിൻ്റെ എന്ത് വേണം, 2 ഫ്ലാഗ് ഉപയോഗിക്കണം, ഒന്ന് മുകളിലും ഒന്നും അടിയിലായിട്ട്. വ്യത്യസ്ത, അത് 2 ഫ്ലാഗ് അറിയുമ്പോൾ വ്യത്യസ്ത കളർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത കളറുള്ള 2 ഫ്ലാഗുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സിഗ്നൽ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 4 ഫ്ലാഗ് ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മളൊരു സിഗ്നലിൽ എത്ര എത്ര കളർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, 2 ഫ്ലാഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാം, ആദ്യത്തെ സ്ലോട്ടിൽ എന്താക്കാം 4 ഫ്ലാഗ് ഉണ്ടായതുകൊണ്ട് 4-ൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ, 4-ൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത്തെ ഫ്ലാഗിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ മേലെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്, 3 ഫ്ലാഗ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ മൊത്തം എത്ര രൂപത്തിലുണ്ടാക്കാം, അപ്പോൾ മുകളിൽ 4 അടിയിൽ 3, അപ്പോൾ 4 × 3 വ്യത്യസ്ത 12 എന്നുള്ള ആൻസർ. അപ്പോൾ 12 രൂപത്തിൽ സിഗ്നൽ ഉണ്ടാക്കും. കാരണം ഇവിടെ ഉദാഹരണത്തിന് പച്ചയാണെങ്കിൽ, ഗ്രീൻ ആണെങ്കിൽ ഇവിടെ ബാക്കി എന്താകാം 3 ഉണ്ട്. അപ്പോൾ ഗ്രീൻ്റെ അപ്പോൾ 3 ഓപ്ഷൻസ്. ഇനി ഇവിടെ യെല്ലോ എന്നുള്ള കളറിൻ്റെ അപ്പം ഇവിടെ എന്തുണ്ട്, ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ മൊത്തം എന്താണ്, അതാണ് ഇവിടെ 4. ഇവിടെ 4 ഫ്ലാഗുകൾ ഉപയോഗിക്കാം, ഇവിടെ എന്തുണ്ടാകും ബാക്കി 3 ഉപയോഗിക്കാം. അപ്പോൾ 4 × 3 12 രൂപത്തിൽ നമുക്ക് എന്താക്കാം സിഗ്നൽ ഉണ്ടാക്കാം. മനസ്സിലായില്ലേ. അത് 4 വ്യത്യസ്ത കളറുള്ള ഫ്ലാഗുകളുണ്ട്. ആ 4 വ്യത്യസ്ത കളറുള്ള ഫ്ലാഗുകൾ ഉപയോഗിച്ചിട്ട് എത്ര സിഗ്നൽ ഉണ്ടാക്കാം, ഒരു സിഗ്നലിന് എന്ത് വേണം, 2 ഫ്ലാഗ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എന്താക്കാം ആദ്യത്തെ ഫ്ലാഗിൻ്റെ സ്ഥലത്ത് 4 ഫ്ലാഗുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ ഫ്ലാഗിൻ്റെ സ്ഥലത്ത് മുകളിലൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഫ്ലാഗ് ഉണ്ട്, 3, അതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ മൊത്തം എത്ര ഉണ്ടാവും, 4 × 3 എന്നുള്ളത്. കാരണം ഈ 4-ൽ ഏതൊന്ന്, അപ്പോൾ 4 ഫ്ലാഗ് ഉണ്ടല്ലോ, അപ്പോൾ 4 എടുത്താൽ 1 2 3 ശരിക്കും പറയാം, അപ്പോൾ 1 2 3 4 ഫ്ലാഗ് ആദ്യത്തെ സ്ഥലത്ത് ഉപയോഗിക്കാം. ഈ 1 എടുത്തു കഴിഞ്ഞാൽ ഈ 1ൻ്റെ കൂടെ രണ്ടാമത്തെ സ്ഥലത്ത് 2 3 4 ഉപയോഗിക്കാം. ഈ 2 എടുത്തു കഴിഞ്ഞാൽ ആ 2ൻ്റെ കൂടെ 1 2 1 3 4 ഉപയോഗിക്കാം. 3 എടുത്തു കഴിഞ്ഞാൽ ഈ 3ൻ്റെ കൂടെ 1 2 4 ഉപയോഗിക്കാം. 4 എടുത്തു കഴിഞ്ഞാൽ 4ൻ്റെ കൂടെ 1 2 3 ഉപയോഗിക്കാം. അപ്പോൾ എത്ര എണ്ണമായി, മൊത്തം 12 ആയിട്ടുണ്ടാവും. അതാണ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നത് 4 × 3 എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് എന്താണ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അല്ലെങ്കിൽ എന്ത് പറയും, മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി വേറെ ഉദാഹരണം, ഇനി സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ
പെട്ടെന്ന് പറയാണ്. ഹൗ മെനി 2-digit ഈവൻ നമ്പേഴ്സ് ശ്രദ്ധിക്കുക ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ് 1 2 3 4 5. ഓക്കെ, ഈ ഡിജിറ്റ് ക്യാൻ ബി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 2-digit നമ്പർ, അപ്പോൾ 5 നമ്പർ ഉണ്ട്. അതിന് നമുക്ക് ഉണ്ടാക്കേണ്ടത് 5 നമ്പർ ഉപയോഗിച്ചിട്ട് 2-digit നമ്പർ ഉണ്ടാക്കണം. അപ്പോൾ 2 ഡിജിറ്റ്, അപ്പോൾ ഇത് 2-digit എന്ന് പറയുമ്പോൾ 10 മുതൽ 99 വരെയുള്ള നമ്പറുകൾ എത്ര ഉണ്ടാക്കാൻ പറ്റും, ഏതൊക്കെ നമ്പർ 1 2. അതിൽ വേറെ എന്താണെന്ന് വെച്ചാൽ 2-digit ഈവൻ നമ്പറാണ്. അപ്പോൾ ഒറ്റൻ്റെ സ്ഥാനത്ത് 2ൻ്റെ ഗുണിതമായിരിക്കും. 2 4 6 8 എന്നുള്ള 0 2 4 6 8 ആയിരിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ഉള്ളത്, ഈ ഒറ്റ സംഖ്യ ആയിട്ടുള്ളത് 2 4 ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അപ്പോൾ എത്ര സംഖ്യകൾ ഉണ്ടാക്കാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ എന്താണ്, ഒറ്റൻ്റെ സ്ഥാനം 10ൻ്റെ സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ ഏത് നമ്പറേ വെക്കാൻ പറ്റുള്ളൂ, ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടിയ ഓപ്ഷനിൽ നിന്ന് 2 4 പറ്റുള്ളൂ. അപ്പോൾ ഒറ്റൻ്റെ സ്ഥാനത്ത് 2 ഓപ്ഷൻസേ പറ്റുള്ളൂ, ഏത് 2 എന്നുള്ളതും 4 എന്നുള്ളതും. പിന്നെ 10ൻ്റെ സ്ഥാനത്ത് ഈ നമ്പേഴ്സ് എന്താകാം, റിപ്പീറ്റ് ആകാം. അപ്പോൾ ഇവിടെ 2 വെച്ചാലും അല്ലെങ്കിൽ 4 വെച്ചാലും ആ നമ്പറുകൾ തന്നെ എവിടെയും വെക്കാം. അപ്പോൾ അവിടെ എന്തുണ്ട്, എത്ര ഓപ്ഷൻസ് ഉണ്ട്, 1 2 3 4 5 ഓപ്ഷൻസ് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ 5, അപ്പോൾ 5 × 2 10 രൂപത്തിൽ എന്താകാം, 10 നമ്പേഴ്സ് ഉണ്ടാക്കാം. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്, 2-digit ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പർ ആകുമ്പം ഒറ്റൻ്റെ സ്ഥാനത്ത് ഈ നമ്പർ നൽകിയ നമ്പറിൽ നിന്ന് 2 4 ആവണം. ഇപ്പോൾ 2 4 എന്ന് പറയുമ്പോൾ 2 സംഖ്യകളുള്ളത്, ഇപ്പോൾ 2. ഇനി പിന്നെ 10ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താക്കാം, 1 2 3 4 5 ഏത് നമ്പറും വെക്കാം. ഇവിടെ 2, ഈ ഒറ്റൻ്റെ സ്ഥാനത്ത് 2 വെച്ചാൽ പിന്നെ ഇവിടെ 2 വെക്കാം. കാരണം എന്താണ്, ഇവിടെ ഈ ഒറ്റൻ്റെ സ്ഥാനത്ത് 2 വെച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും 10ൻ്റെ സ്ഥാനത്ത് 2 വെക്കാം. കാരണം ഡിജിറ്റ് എന്താക്കാം, റിപ്പീറ്റ് ആവാം. അപ്പോൾ ഇവിടെ 2 നമ്പറുകൾക്ക് സാധ്യത ഉണ്ട്. ഏതൊക്കെയാണത്, ഒറ്റൻ്റെ സ്ഥാനത്ത് 2 4 എന്നുള്ളത്. പിന്നെ 10ൻ്റെ സ്ഥാനത്ത് ഇതിൽ 5ൽ ഏതും വെക്കാം. അപ്പോൾ അവിടെ 5 നമ്പറുകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ 5 × 2 മൊത്തം 10 രൂപത്തിലുണ്ടാക്കാം. ഓക്കെ, അല്ല ഒന്ന് എണ്ണി നോക്കി നിങ്ങൾക്ക്, ഒന്ന് 12 ഉണ്ടാക്കാം. അപ്പോൾ 1 ഉപയോഗിച്ചിട്ട് 12ഉം 14 ഉണ്ടാക്കാം. 2 ഉപയോഗിച്ചിട്ട് 22, കാരണം നമ്പർ റിപ്പീറ്റ് ആയി 22 24 ഉണ്ടാക്കാം. 3 ഉപയോഗിച്ചിട്ട് 32 34 ഉണ്ടാക്കാം. 4 ഉപയോഗിച്ച് 42 44 ഉണ്ടാക്കാം. 5 ഉപയോഗിച്ചിട്ട് 52 54 ഉണ്ടാക്കാം. അപ്പോൾ മൊത്തം 10 നമ്പർ ഉണ്ട്. ഓക്കെ, അതാണ് എന്ത്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഇനി എക്സാമ്പിൾ 4ൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഫൈൻഡ് ദ നമ്പർ, ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിഗ്നൽസ് ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ബൈ അറേഞ്ചിങ് അറ്റ്ലീസ്റ്റ് 2 flags in order. വെർട്ടിക്കൽ സ്റ്റാഫ് ഈസ് 5 ഡിഫറെൻറ്റ് ഫ്ലാഗ്സ് ആർ അവൈലബിൾ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി സിഗ്നൽസ് ഉണ്ടാക്കുകയാണ്. നേരത്തെ എന്താ പറഞ്ഞത്, 2 ഫ്ലാഗുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 4 ഫ്ലാഗിൽ നിന്ന് 2 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ. ഇതിലിപ്പോൾ എന്താ പറയുക, എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് 2 ഉപയോഗിക്കണം. അപ്പോൾ എന്താക്കാം, 5 ഫ്ലാഗ് ഉണ്ട്, അതിൽ അറ്റ്ലീസ്റ്റ് 2 ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ആകുമ്പോൾ 2 പറ്റും, 3 ഉപയോഗിക്കാൻ പറ്റും, 4 ഉപയോഗിക്കാൻ പറ്റും, 5 ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് സൊല്യൂഷൻ പറയുന്നത് വെച്ചാൽ, എ സിഗ്നൽ ക്യാൻ കൺസിസ്റ്റ് ഓഫ് എയ്തർ 2 ഫ്ലാഗ്സ് ആകാം, 2 3 ഫ്ലാഗ് ആകാം, 4 ഫ്ലാഗ് ആകാം, 5 ഫ്ലാഗ് ആകാം. ഓക്കെ അല്ലേ, കാരണം നമ്മളോട് പറഞ്ഞ അറ്റ്ലീസ്റ്റ് എന്നുള്ളതാണ്. ഈ ഉദാഹരണത്തിൽ, രണ്ടാമത്തെ ഉദാഹരണത്തിൽ എന്താ പറഞ്ഞത്, യൂസ് ഓഫ് 2 ഫ്ലാഗ്സ്, 2 ഫ്ലാഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മൂന്നാമത്തെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ അറ്റ്ലീസ്റ്റ് 2, അതായത് മിനിമം 2 ഉപയോഗിക്കണം, 3 4 5 ഉപയോഗിക്കാന്നുള്ളത്. ഇനി നമ്മൾ അത് എന്ത് ചെയ്യാണ്, എണ്ണാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ 2 ഫ്ലാഗ് ഉപയോഗിക്കുന്നിടത്ത് എന്താകാം, നമുക്ക് ആദ്യത്തെ സ്ഥലത്ത് 5ഉം ഇതിൻ്റെ സ്ഥലത്ത് 4 ഉപയോഗിക്കാം. അപ്പോൾ 5 × 4 എത്ര, 20 ഒക്കെ കിട്ടിയില്ലേ. 2 ഫ്ലാഗ് ഉപയോഗിക്കണം. ഇനി 3 ഫ്ലാഗ് ഉപയോഗിക്കുന്നിടത്ത് ആദ്യം 5, പിന്നത്തെ സ്ഥലത്ത് 4, പിന്നത്തെ സ്ഥലത്ത് 3. അപ്പോൾ എത്ര 20 × 3 60 ഉണ്ടാവും, കണ്ടില്ലേ. 5 × 4 × 3 = 60. ഇനി 4 ഫ്ലാഗ് ഉപയോഗിക്കുന്നിടത്ത് ആദ്യത്തെ സ്ഥലത്ത് 4, പിന്നെ സ്ഥലത്ത് 4, പിന്നെ സ്ഥലത്ത് 3, പിന്നെ സ്ഥലത്ത് 2 അല്ലേ. അപ്പം 5 × 4 20, 20 × 3 60, 60 × 2 120 ഉപയോഗിക്കാം. ഇനി 5 ഫ്ലാഗ് ഉപയോഗിക്കുന്നിടത്ത് 5 × 4 × 3 × 2 × 1 അത് 120. അപ്പോൾ മൊത്തം എത്രയായി, അപ്പോൾ 20 എന്നുള്ള 2 ഫ്ലാഗ് ഉപയോഗിച്ചിട്ട്, 60 എന്നുള്ള 3 ഫ്ലാഗ്, 120 എന്നുള്ള 4 ഫ്ലാഗ്, 120 എന്നുള്ളത് 5 ഫ്ലാഗ്. അപ്പോൾ മൊത്തം എത്രയായി, 120 120 240 240 300 + 20 320. അങ്ങനെ 320 രൂപത്തിൽ എന്താക്കാം, സിഗ്നൽസ് ഉണ്ടാക്കാം. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ ആദ്യത്തെ ഭാഗം കഴിയണം. അപ്പോൾ അതാണ് ഈ പെർമ്യൂട്ടേഷൻ്റെയും കോമ്പിനേഷൻ്റെയും എന്ത് പറഞ്ഞോ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളായിട്ടുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കാം.
ഇനി ഇതിലെ എക്സസൈസ് എന്താക്കാം, ഈ 6 എക്സസൈസും നിങ്ങൾ ചെയ്ത് വരാം. ഓക്കെ, ഇനി ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.